ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. അത്യാഹിത വിഭാഗത്തിൽ മണിക്കൂറുകൾ കാത്തുനിന്ന് രോഗികൾ വലയുന്നു. പനി കൂടിയെത്തിയ കുട്ടിയെ ചികിത്സിക്കാതെ പറഞ്ഞയച്ചു. ആരോഗ്യമന്ത്രിയുടെ ജില്ലാ ആശുപത്രിയിലെ സന്ദർശനത്തിനിടെയാണ് സംഭവം. അതേസമയം ചികിത്സാ നിഷേധത്തിൽ പ്രതികരിക്കാൻ തയ്യാറാവാതെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സൂപ്രണ്ടിനെ ചുമതലപ്പെടുത്തിയെന്ന് മാത്രം മറുപടി. വിവരങ്ങളുമായി സിബി കൂടി ചേരുന്നുണ്ട്. സിബി, ഇതാ ആരോഗ്യവകുപ്പിൽ മറ്റൊരു അനാസ്ഥ കൂടി നമ്മൾ കാണുകയാണ്. ഇടുക്കി ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്ന പരാതി കൂടി വരുന്നത്. രോഗികളടക്കം വലയുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. അതിന് മന്ത്രിയുടെ മറുപടി, ആരോഗ്യമന്ത്രിയുടെ മറുപടിയാണ് അതിനേക്കാൾ വിചിത്രമായിരിക്കുന്നത്. മറുപടി പറയാൻ പോലും തയ്യാറാവുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? ശരണ്യ, ഇടുക്കി ജില്ലാ ആശുപത്രിയിലാണ് ഞാനുള്ളത്. തൊടുപുഴ ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ നിന്നിപ്പോൾ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ എത്തിയിരുന്നു. തൊട്ട് സമയത്ത് തന്നെ മാധ്യമപ്രവർത്തകരും കൂടെ എത്തിയിരുന്നു. ഇവിടെ വെച്ച് കെ മുരളീധരൻ ഈ ആശുപത്രി സന്ദർശിച്ച ശേഷം പ്രതികരിക്കാമെന്ന് മാധ്യമങ്ങൾ പറയുകയും ചെയ്തിരുന്നു. ഇത് പ്രകാരമായിരുന്നു മാധ്യമപ്രവർത്തകർ ഇവിടെ കാത്തുനിന്നത്. പക്ഷേ നമുക്ക് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് തികഞ്ഞ വലിയ അനാസ്ഥയാണ് ഈ ജില്ലാ ആശുപത്രിയിൽ കാണാൻ കഴിഞ്ഞത്. ഇവിടെ വരുന്ന ആളുകളെല്ലാം തന്നെയും ഡോക്ടർമാരില്ലാത്ത കാരണത്തെ തുടർന്ന് ചികിത്സിക്കാതെ തിരിച്ചു മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒരു പനി കുട്ടിയെ ഇവിടെ കൊണ്ടുവരികയും ഉടൻ തന്നെ ഇവിടെ നിന്നും ചികിത്സിക്കാൻ ഡോക്ടർമാരില്ലാത്തതിനാൽ മറ്റൊരു കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. മാത്രമല്ല, ഇവിടെയുള്ള രോഗികൾ ഉൾപ്പെടെ നമ്മോട് പ്രതികരിക്കുന്നത് ആവശ്യത്തിന് ഡോക്ടർമാരില്ല, ഇവിടെ മണിക്കൂറുകൾ കാത്തു നിൽക്കണം. ഇവിടെ നഴ്സുമാരും ഡോക്ടർമാരും വളരെ മോശമായി തങ്ങളോട് സംസാരിക്കുന്നു, തങ്ങളോട് ഇത്തരത്തിൽ എല്ലാം തന്നെയും മോശമായി പെരുമാറുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. പ്രത്യേകിച്ച് കെ മുരളീധരൻ ആരോഗ്യമന്ത്രി ഈ ജില്ലാ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഈ സംഭവം. അദ്ദേഹം ഇവിടെ ഈ ആശുപത്രിയിൽ എത്തി അദ്ദേഹം മുകളിലേക്ക് പോയി ഡോക്ടർമാരും ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് തന്നെ അദ്ദേഹം സംസാരിച്ചു. പിന്നീട് അദ്ദേഹം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കാമെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തോട് ഈ ഇവിടുത്തെ കാത്തുനിന്ന രോഗികൾക്ക് ഡോക്ടർമാരില്ല അടക്കമുള്ള കാര്യങ്ങൾ ഈ ആശുപത്രി അനാസ്ഥ ഉൾപ്പെടെ തന്നെയും ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹം പ്രതികരിക്കാതെ മാധ്യമപ്രവർത്തകരെ കാണാനുള്ള ഒരു തീരുമാനം മാറ്റി അദ്ദേഹം പെട്ടെന്ന് വാഹനത്തിൽ പോയി കയറുകയും കൂടാതെ സൂപ്രണ്ടിനെല്ലാം അറിയിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഓടി ഒളിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ എന്തായാലും നമുക്ക് ദൃശ്യത്തിൽ കാണുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവിടെ പൊതിച്ചോറുമായി ഇവിടെ എത്തിയാണ്. ഈ പൊതിച്ചോറുമായി എത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവിടുത്തെ രോഗികളുടെ സാഹചര്യവും അവസ്ഥയും കണ്ട് ഇവിടെ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞ്. നമുക്ക് ഇവിടെ തന്നെ ചോദിക്കാം. ഇപ്പോൾ ആരോഗ്യമന്ത്രി വന്നുപോയി. തീർത്തും വലിയ ശോചനാവസ്ഥയാണ്. അവിടെ ഡോക്ടർമാരില്ല, രോഗികൾ വലയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ ഞങ്ങൾ ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോർ വിതരണവുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഞങ്ങൾ കരുതിക്കൂട്ടി ഇവിടേക്ക് എത്തിയ ആളുകളല്ല. ഞങ്ങളിവിടെ പൊതുച്ചോർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് മന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് ഇവിടെ വരുന്ന രോഗികളെ മടക്കി അയക്കുകയാണ്. ആശുപത്രി എന്തിനു വേണ്ടിയുള്ളതാണ്? മന്ത്രിക്ക് സന്ദർശിക്കുമ്പോൾ രോഗിയെ കയറ്റാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ആശുപത്രി ഇവിടെ തുറന്നു വെച്ചിട്ടുള്ളത്? കഴിഞ്ഞ 10 വർഷക്കാലം കേരളം കണ്ടിട്ടുണ്ട് കേരളത്തിൻ്റെ ആരോഗ്യരംഗം എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോയിരുന്നതെന്ന്. അവിടെ ഒരിക്കലും ഒരു മന്ത്രി ആശുപത്രി സന്ദർശിക്കുമ്പോൾ രോഗിക്ക് ചികിത്സയില്ല എന്ന അറിയിപ്പ് ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഒരു കൊച്ചുകുട്ടിക്ക് ചികിത്സ നൽകാതെ ഇവിടെ നിന്ന് മടക്കി അയച്ചിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളം ആർജിച്ച ഈ എല്ലാ നേട്ടങ്ങളും ആരോഗ്യരംഗത്തെ തകർത്തു കളയുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ് UDF ഇവിടെ കൈക്കൊണ്ടുള്ളത്. അത് വിദേശ ഫാർമ കമ്പനികളുടെ ഉൾപ്പെടെ പണം പറ്റിക്കൊണ്ടുള്ള ഇടപെടലാണെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. സ്വകാര്യ ആശുപത്രി ലോബികൾക്ക് വേണ്ടിയുള്ള ഇടപെടലാണ്. ഈ ആശുപത്രികളെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ഇന്ന് തന്നെ ഇവിടെ അദ്ദേഹം എത്തിയത് ആശുപത്രി കാണുന്നതിന് വേണ്ടിയല്ല ഞങ്ങൾക്കറിയാം. ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അന്നതിൻ്റെ പേരിൽ ആശുപത്രി ഒന്ന് കയറി കണ്ടുവന്നേ ഉള്ളൂ. പക്ഷെ വരുമ്പോൾ ഇവിടെ ഡോക്ടറില്ല, മരുന്നില്ല, വരുന്ന രോഗികൾക്ക് ചികിത്സ പോലും കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇവിടുത്തെ ആശുപത്രി സൂപ്രണ്ട് ഇതിന് മറുപടി പറയേണ്ട ആളവിടെ പോയി. മന്ത്രിയോട് ചോദിക്കുമ്പോൾ മന്ത്രി സൂപ്രണ്ടിനോട് ചോദിക്കൂ എന്ന് പറഞ്ഞു എന്നാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ ചോദിക്കാൻ സൂപ്രണ്ട് അവിടെ ചോദിക്കണമെങ്കിൽ ഈ ആശുപത്രിയിൽ ചുമതലയുള്ള സൂപ്രണ്ട് പോലും ഇവിടെ ഇല്ല. അവരെല്ലാം മന്ത്രിക്ക് ഇനി വൈകുന്നേരത്തെ ചായയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടി പോയിരിക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ മന്ത്രി വരുമ്പോൾ ചായ വിളമ്പേണ്ട ഉത്തരവാദിത്തമാണോ ഒരു ആശുപത്രിക്ക് എന്നുള്ള ചോദ്യമാണ് ഞങ്ങളിവിടെ ഉയർത്തുന്നത്. ഞങ്ങളിവിടെ പൊതിച്ചോറ് കൊടുക്കാൻ വേണ്ടി വന്നുള്ളതാണ്. മന്ത്രി പൊതിച്ചോറ് കൊടുക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ അവിടെ അതിൽ കൂടി ഞങ്ങൾ ഒരു കാര്യം ചേർത്ത് പറയാനുണ്ട്. ഇവിടെ വിശക്കുന്ന മനുഷ്യർ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് കാത്തു നിൽക്കുന്ന കാലത്തോളം ആ പൊതിച്ചോറുമായി ഞങ്ങളിവിടെ വരിക തന്നെ ചെയ്യും. ഇത്തരം അനീതികളെ ഞങ്ങൾ ചോദ്യം ചെയ്യുകയും ചെയ്യും. തീർച്ചയായും അതുതന്നെയാണ് ശരണ്യ. കാരണം ഇവിടെ ഈ ആരോഗ്യമന്ത്രി എത്തുമ്പോൾ ഇത്തരത്തിൽ ഡോക്ടർമാരും നഴ്സുമാരടക്കമുള്ളവരെല്ലാം തന്നെ ഇവിടെ ഇല്ല, കുറവ് അവർ അനുഭവപ്പെട്ടു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവർക്ക് ചികിത്സ നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആരോഗ്യമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഈ ഡോക്ടർമാർ ഉൾപ്പെടെ ആരോഗ്യമന്ത്രിയോടൊപ്പം കയറിപ്പോയി എന്നുള്ളതാണ് ഇവിടെ ഉണ്ടായിരുന്ന രോഗികൾ ഉൾപ്പെടെ പറയുന്നത്. ഇത് മണിക്കൂറോളം കാത്തു നിൽക്കേണ്ട സാഹചര്യമാണ്. നിരവധി പേർ ഇത്തരത്തിൽ അസുഖങ്ങൾക്കും മറ്റുമായി എല്ലാം തന്നെയും ഇവിടെ മരുന്ന് വാങ്ങിക്കാൻ സ്ഥിരം വരാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മരുന്ന് ലഭിക്കാനില്ല, കൃത്യമായി ഡോക്ടർമാരില്ല. 6-7 ഡോക്ടർമാർ ഉള്ള അടുത്ത് വേവേണ്ട സ്ഥാനത്ത് വെറും 2-3 ഡോക്ടർമാർ മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല വളരെ മോശമായ ഒരു പെരുമാറ്റവും രീതിയെല്ലാം തന്നെയും ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും വളരെ വലിയ ഒരു അനാസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്.
നേഴ്സാവട്ടെ ഒരു ഡോക്ടർ ആരൊക്കെ ആരും ഇല്ലായിരുന്നു ആ കൊച്ചിൻ്റെ അടുത്ത്. പിന്നെ കുറേ കഴിഞ്ഞാൽ പെട്ടെന്ന് നേഴ്സിൻ്റെ അടുത്ത് ആ അച്ഛൻ പോയി പറഞ്ഞു അതിന് ഫിക്സ് പോലായി. അപ്പോഴാണ് ഡോക്ടറെ വിളിച്ചതും ഡോക്ടർ വന്നതും. അവിടെ 2 നേഴ്സേ ഉള്ളൂ ആ കാഷ്വാലിറ്റിയിൽ. എന്ത് രോഗം പറയാം. ഡോക്ടർമാരെ ആ OP ഡോക്ടർ മറ്റേ എന്നാ അതിന് പറയാം PG ഡോക്ടർമാരാ അവരേ ഉള്ളൂ, അല്ലാണ്ട് ഡോക്ടറില്ല. അത് ഭയങ്കര തിരക്കായിരുന്നു. 2 നേഴ്സുമാർ എത്ര പേരെ നോക്കുന്നേ? ആ നേഴ്സുമാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ആ കൊച്ചിനെ അവർ 1.5 മണിക്കൂറോളം നോക്കില്ല. ആ അച്ഛൻ തന്നെ അതിനെ ചുമ്മാ തുണിമുക്കും തുടയ്ക്കും അങ്ങനെ ചെയ്യുമായിരുന്നു. എന്നിട്ട് ഞാൻ ചെന്ന അച്ഛനോട് പറഞ്ഞു തുണിമുക്കി ആ കയ്യിൽ ഇവിടെയൊക്കെ തുടച്ചു കൊടുക്കുന്നു. കാരണം നമുക്ക് കണ്ട പാവം തോന്നുമായിരുന്നു. എന്നിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിന് ഫിക്സ് പോലെ വന്നപ്പോഴാണ് നോക്കാൻ ആൾ വന്നത്. ഇവിടെ മന്ത്രി വരുന്നതിന് ഒരുക്കം നടക്കുമല്ലേ, അപ്പം പിന്നെ നോക്കാൻ നേരമുണ്ടോ? ഒരു ഡോക്ടർമാർ പോലും ഇല്ല ഇവിടെ. സർജൻ ഇല്ല, ഫിസിഷ്യൻ ഇല്ല, ന്യൂറോ ഇല്ല, ബോർഡുണ്ട്. എന്നിട്ട് നമുക്കൊക്കെ എല്ലാ ഈ തൊടുപുഴയുടെ ഗ്രൂപ്പിലെല്ലാം ഇട്ടേക്കുന്നത് എന്നാണെന്നറിയാം. ഇവിടെ വന്നാൽ ഇന്ന ദിവസം ഇന്ന ഡോക്ടറുണ്ട്. ഇവിടെ വരുമ്പോൾ ഡോക്ടറില്ല, ബോർഡ് മാത്രമേ ഉള്ളൂ. ഒരു മാസമായിട്ട് എന്തോ അനുഭവിക്കുന്ന ഇവിടെ ഒരു ഡോക്ടർമാരും ഇല്ലാതെ വന്നിട്ട് നമ്മൾ തിരിച്ചു പോവുക. ഇതിനു മുമ്പ് ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഇവിടെ വന്ന അത്യാവശ്യം ഡോക്ടർ ഉണ്ടായിരുന്നു. ശരണ്യ അത് തന്നെയാണ്. കാരണം ഇതിനു മുൻപ് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ് അവർ പ്രത്യേകമായി എടുത്തു പറയുന്നത്. പക്ഷേ ഇപ്പോൾ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. എല്ലാം നെയിം ബോർഡ് ഡോക്ടർമാരുടെ ബോർഡൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ എന്നാൽ ഡോക്ടർമാരില്ല. 2 നേഴ്സുമാർ മാത്രമാണ് നോക്കിയിരുന്നത്. ഇപ്പോൾ ഒരു കുട്ടിക്ക് പനി പിടിച്ച് ആ കുട്ടിയോട് വന്നു. പക്ഷേ 1.5 മണിക്കൂർ അച്ഛൻ ആ കുട്ടിയുമായി നോക്കി നിന്നു. പക്ഷേ ആരും വന്നില്ല. കൊച്ചിന് ഫിക്സ് വന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ഈ കുട്ടിയെ ഇവിടെ ചികിത്സിക്കാൻ കഴിയാതെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. നമുക്കറിയാം ഇവിടെ നിന്നും കോട്ടയത്തേക്കൊക്കെ 1 മണിക്കൂറിലധികം യാത്രയുണ്ട്. അത്രത്തോളം സീരിയസ് ആയ ഒരു കുട്ടിയാണ്. ചികിത്സിക്കാൻ പോലും കഴിയാതെ അല്ലെങ്കിൽ നോക്കാൻ പോലും ഡോക്ടർമാരില്ലാതെ പോകുന്ന സാഹചര്യം ഉണ്ടായത്. അതും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഈ ആശുപത്രിയിൽ ഉള്ളപ്പോഴാണ്. അദ്ദേഹം ഇവിടെ ആശുപത്രിയിൽ സന്ദർശനത്തിന് വേണ്ടി എത്തുമ്പോഴാണ് ഈ ഒരു നമുക്കിപ്പോൾ ആ ഒരു പ്രതികരണം കൂടി കേൾക്കാം. ആരോഗ്യമന്ത്രി ആശുപത്രിയിൽ എത്തിയപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രതികരണം കൂടി ഉണ്ടായിരുന്നു. സൂപ്രണ്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രതികരണമായിരുന്നു. ആ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം. സംസാരിക്കോ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സൂപ്പറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പരാതികൾ സൂപ്പറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ല, സൂപ്പറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷിക്കാൻ. പോവാ 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 മതി 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 മതി. നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. ഒന്ന് കൃത്യമായി പ്രതികരിക്കാൻ പോലും, മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി പ്രതികരിക്കാൻ പോലും ആരോഗ്യവകുപ്പ് മന്ത്രി തയ്യാറാവുന്നില്ല. സൂപ്രണ്ടിനെ ചുമതലപ്പെടുത്തിയിട്ട് ഒറ്റ വാക്കിൽ ആ മറുപടി നിർത്തുകയാണ്. അവിടെ ഉണ്ടായിട്ട് പോലും എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ച് നടപടിയെടുക്കാനുള്ള ഒരു നില പോലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. കഴിഞ്ഞ 10 വർഷത്തെ ആരോഗ്യവകുപ്പിന്റെ ഒരു മേന്മ നമ്മൾ കണ്ടതാണ്. ലോകമെമ്പാടും ശ്രദ്ധേയമായ ഒരു വകുപ്പായി മാറിയ ഒരു വകുപ്പായിരുന്നു കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് എന്ന് പറയുന്നത്. അതിൽ നിന്നെല്ലാം വിഭിന്നമായ ഒരു പ്രവൃത്തിയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഇടുക്കിയിലും കണ്ടിട്ടുള്ളത് അല്ലേ? തീർച്ചയായും ശരണ്യ, ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അദ്ദേഹം ഇവിടെ എത്തിയ തൊടുപുഴയുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഒരു ട്രസ്റ്റിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ, ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എത്തിയത്. അതിന് തൊട്ടടുത്താണ് അദ്ദേഹം ഈ ഒരു ആശുപത്രിയിലേക്ക് എത്തിയതും. അതിനുശേഷം മാധ്യമവുമായി സംസാരിക്കാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് സ്ഥിതിഗതികളാകെ മാറി. മാത്രമല്ല കൃത്യമായി ഇവിടെ ഉണ്ടാകുന്ന അലംഭാവവും ഈ ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ചയില്ലാതിൻ്റെയും എടുത്തു പറയത്തക്ക രീതിയിൽ രോഗികൾ തന്നെ പരസ്യമായി ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായപ്പോഴാണ് ആരോഗ്യമന്ത്രി ആ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ഒളിച്ചോടുന്ന ഒരു സാഹചര്യം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമുക്കറിയാം കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും അധികം, പ്രത്യേകിച്ച് വീണ മാത്രമല്ല അതിനു മുമ്പുള്ള ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ളവരൊക്കെ ഈ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുകയും ഏറ്റവും അധികം പ്രശംസ ലഭിച്ച ഒരു വകുപ്പ് കൂടിയാണ് ആരോഗ്യവകുപ്പ്. പക്ഷേ ഈ UDF സർക്കാർ അധികാരത്തിന് ശേഷം ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം പരാതികൾ ഉയരുന്നു. മാത്രമല്ല വലിയ അനാസ്ഥകൾ ഉയരുന്നു. അത് ഇവിടെ ഈ ഇടുക്കിയിൽ പ്രത്യേകിച്ച് നമുക്കറിയാം മലയോര മേഖല കൂടിയാണ്. ഏറ്റവും അധികം പാവപ്പെട്ട ആളുകൾ, കർഷകർ താമസിക്കുന്ന ഇടം കൂടിയാണ്. ഇവിടെയൊക്കെ ഈ ജില്ലാ ആശുപത്രി എന്ന് പറയുന്നത് അവരുടെ ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശ്രയം കൂടിയാണ് ജില്ലാ ആശുപത്രിയിൽ. ഇവിടെ കൃത്യമായ ഡോക്ടർമാരില്ല, മരുന്നില്ലെങ്കിൽ സ്വാഭാവികമായും അത് വളരെ വലിയ രീതിയിൽ അനാസ്ഥയാണെന്ന് കത്തിരിയാതെ സംശയമില്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷേ ആരോഗ്യമന്ത്രി ഇവിടെ എത്തിയപ്പോൾ ആ ഒരു സംഭവം അത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ തന്നെ നടന്നിട്ട് പോലും അദ്ദേഹം ഒന്ന് പ്രതികരിക്കാൻ തയ്യാറാവാതെ സൂപ്രണ്ടെല്ലാം നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒളിച്ചോടുന്ന ഒരു സമീപനം ഇന്ന് അദ്ദേഹം സ്വീകരിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട സംഭവം. എന്തായാലും
UDF സർക്കാരിൻ്റെ അല്ലെങ്കിൽ VD സതീശൻ പറയുന്ന വിസ്മയങ്ങൾ ആയി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ വകുപ്പിലുമുണ്ട്. അതിപ്പോൾ ആരോഗ്യ വകുപ്പാകുമ്പോൾ സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വകുപ്പ് കൂടിയാണ്. പക്ഷേ ആ വകുപ്പിനും വലിയ വീഴ്ച ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇവിടെയുള്ള ജനങ്ങളുടെ പ്രതികരണം ഉൾപ്പെടെ നമുക്ക് നൽകാൻ കഴിയുന്നത്. എന്തായാലും ഒരു വലിയ അനാസ്ഥ ഈ ഇടുക്കി ജില്ലാ ആശുപത്രി സംബന്ധിച്ചുകൊണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് രോഗികൾ വലയുന്നതും ഇവിടെ ചികിത്സ കിട്ടാതെ ആളുകൾ ഇത്തരത്തിൽ കൊച്ചു കുട്ടികൾ പോലും ഇവിടുന്ന് പോകേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരണ്യ.